കർക്കിടകം 22. ആപദാമഹർത്താരം ദദാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യുഹം. ഹനുമൽ രാവണ സംവാദം. നിജതനയ വചനമിതി കേട്ടു ദശാനനൻ നിൽക്കും മൃഗസ്ഥനോടോർത്തു ചൊല്ലിയിടിനാൻ. ഇവനിവിടെ വരുവതിനു കാരണമെന്തെന്നു എങ്ങു നിന്നത്രേ വരുന്നതെന്നുള്ളതും ഉപവനവും അനിശമതു കാക്കുന്നവരെയും മുക്കോട് മറ്റുള്ള നക്തഞ്ചരരെയും ത്വരിതമതിബലമോടു തകർത്തു പൊടിച്ചതും തൂമയോടാരുടെ ദൂതനെന്നുള്ളതും ഇവനോടിനി വിരവിനോട് ചോദിക്ക നീയെന്നും ഇന്ദ്രാരി ചൊന്നതു കേട്ടു പ്രകസ്തനും. പവനസുതനോട് നയന സഹിതമാതരാല് പപ്രച്ച നീയാരയച്ചു വന്നു കവേ നൃപസദസി കഥയാ മമ സത്യം മഹാമതേ. നിന്നെ അയച്ചു വിടുന്നുണ്ടു നിർണയം ഭയം അഖില അകതളിരിൽ നിന്നു കളഞ്ഞാലും ബ്രഹ്മസഭയ്ക്കും ഈ സഭ വാർക്ക നീ അനിർദവചനവും അമലമ അധർമ്മകർമ്മങ്ങളും അത്ര ലങ്കേശ രാജ്യത്തിങ്കൽ ഇല്ലടോ. നിഖില നിശീചര കുലബലാധിപൻ ചോദ്യങ്ങൾ നീതിയോടു കേട്ടു വായുതനയനും മനസ്സിരകുകുലവരനെ മുകുരവി നിരൂപിച്ചു മന്ദഹാസേന മന്ദേതരം ചൊല്ലിനാൻ. സ്ഫുടവചനമതിവിശദമിതി ശൃണു ജളപ്രഭോ. പൂജനാം രാമദൂതൻ ഞാനറിക നീ ഭുവനപതി മമപതി പുരന്തരപൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗാകുലവതീശയനൻ അലനഖിലേശ്വരൻ പൂർവദേവാരാധി മുക്തിപ്രദൻ പുരമദന ഹൃദയമണീനിയന നിവാസിയാം ഭൂദേശസേവിതൻ ഭൂതപഞ്ചാത്മകൻ ഭുജംഗകുലരീ ഭൂമണിരഥോദ്ദജൻ മാധവൻ ഭൂപതി ഭൂതിവിഭൂഷിണ സംമിതൻ നിജജനകവചനമതു സത്യമാക്കിയിടുവാൻ. നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുവുന്ന നാള് ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടേലേ തവ മരണമിക വരുവതിനൊരു കാരണം. താമരസോത്ഭവാ കൽപ്പിതം കേവലം തദനു ദശരഥ തനയനും മതങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ. തപന തനയനോടനല സാക്ഷിയായി സഖ്യവും താൽപ്പര്യമുൾക്കൊണ്ടു ചെയ്തോരനന്തരം അമരപതിസുതനെയൊരു ബാണേന കൊന്നുടൻ അർക്കാത്മജനും കിഷ്കിണ്ടയും നൽകിനാന്. അടിമലരിൽ അവന് അഴകിനോട് ചെയ്ത വന്ന് ആധിപത്യം കൊടുത്താതി തീർത്തിയിടിനാൻ. അതിനവനും അവനിതനയാന്വേഷണത്തിനായി ആശകൾ തോറുമേകൈക 100,000 പ്ലവകുലവരവൃടരെ ലഘുതരമായി ചമച്ചതി ലേഖനകമിക വന്നു കണ്ടിടിനെ. വനജവിടവികളെയുടനുടനിക തകർത്തതും വാനരവംശപ്രകൃതിശീലം വിഭോ.
ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയം അകതളിരില്ലയാതെ ഭൂവി മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദനാ സമരഭൂവി ദേഹരക്ഷാർത്ഥമായി ത്വത്പൃത്തുവർക്കത്തെ നിഗ്രഹിച്ചേനകം ദശനിയുതാശതവയസി ജീർണമെന്നാകിലും ദേഹികൾക്കേറ്റം പ്രിയം ദേഹമോർക്ക നീ തവ തനയകരകളിത വിശിഖപാശേന തത്രേ ഞാൻ ബന്ധനായാനൊരു കാൽക്ഷണം കമലഭവമുഖസുരവരപ്രഭാവേനമേ കായത്തിനേതുമേ പീഡയുണ്ടായി വരാം പരിഭവവും ഒരു പൊഴുതു മരണവും അകപ്പെടാ ബന്ധഭാവേന വന്നിടിനീനത്ര ഞാൻ അതിനും ഇത് പൊഴുതിലൊരു കാരണമുണ്ടു ആദ്യാഹിതം തവ ഭക്തുമൃത്യുക്തനായി അകതളിരില്ലറിവ് കുറയുന്നവർക്ക് ഏറ്റമുള്ള അജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അതു ജഗതീ കരുതും കരുണാത്മനാധർമ്മമെന്നാത്മോപദേശം അജ്ഞാനിനാമോക്ഷതം മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവാൻ മഗ്നനായിടോല മോഹമഹാബുധൗ തിജമനസി ദശവദന രാക്ഷസീ ബുദ്ധിയെ ദൈവീഗതയെ സമാശ്രയിച്ചിട്ടു നീ അതു ജനന മരണഭയനാശിനി നിർണയം അന്യയായുള്ളതു സംസാരകാരിണി അമൃതകനവിമല പരമാത്മബോധോജിത അത്യുത്തമന്യോ അത്ഭുതനല്ലോ ഭവാൻ കളകതപകൃതി സപതി തത്വബോധേന നീ കാമകോപദോഷലോഭമോഹാദികൾ കമലഭവസുതനയാനന്ദനാകിയ കർപ്പൂരഭാവം പരിഗ്രഹിയായിക നീ ധനുജസുരമനുജാക മൃഗഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സംത്യജിച്ചിടും നീ പ്രകൃതി ഗുണപരവശതയായി ബന്ധനായി വരും പ്രാണദേഹങ്ങളാത്മാവല്ലറിയടോ അമൃതമയൻ അജൻ അനദ്വയാനവ്യായൻ ആനന്ദപൂർണേകൻ പരൻ കേവലൻ നിരുപമൻ നമേന അവിക്തൻ നിരാകുലൻ നിർഗുണൻ നിഷ്കളൻ നിർമ്മമൻ നിർമ്മലൻ നിഗമവരനിലയാനന്ദനന്ദനാദ്യൻ വിഭോ നിത്യൻ നിരാഹാരാത്മാ പരബ്രഹ്മം വിധിഹരിഹരാദികൾക്കു തിരിയാതവൻ വേദാന്തവേദ്യാനവേദ്യാനജ്ഞാനിനാം സകല ജഗതീതമറിയ മായാമയം വിഭോ സച്ചിന്മയം സത്യബോധം സനാതനം ജഡം അഖില ജഗതീത അനിത്യമറിയ നീ ജന്മജരാമരണാദി ദുഃഖാന്വിതം അറിവതിനു പണിപരമപുരുഷമറിമായങ്ങൾ ആത്മാനാത്മാന കണ്ടു തെളിയ നീ പരമഗതി വരുവതിനു വരമൊരുപദേശവും പാർത്തു കേട്ടിടും ചൊല്ലിത്തരുന്നുണ്ടു ഞാൻ അനവരതമകതളീരില്ല അമിത ഹരിഭക്തി കൊണ്ട് ആത്മവിശുദ്ധി വരുത്തുമെന്നു നിർണയം അകമലരും അകമകലും അളവതി വിശുദ്ധമായി
ആശു തത്വജ്ഞാനമുദിക്കും ദൃഢം വിമലതര മനസ്സി ഭഗവതത്വവിജ്ഞാന വിശ്വാസ കേവലാനന്ദാനുഭൂതിയാൽ രജനീചരവനദഹന മന്ത്രാക്ഷരദ്വയം രാമ രാമേതി സദൈവ ജപിക്കയും രതിസപതി നിജകൃതി വിഹായ നിത്യം മുത രാമപദധ്യാനമുള്ളിൽ ഉറയ്ക്കയും. അറിവ് ചെറുതകതളിലൊരു പുരുഷനുണ്ടെങ്കിൽ ആകന്ത വേണ്ടുന്നതാകയാലാശു നീ ഭജഭവ ഭയാപകം ഭക്തലോകപ്രിയം ഭാനുകോടിപ്രഭം വിഷ്ണുപാദാംബുജം മധുമദന ചരണ സരസിജയുഗളമാശു നീ മൗഢ്യം കളഞ്ഞു ഭജിച്ചു കൊണ്ടിടടോ കുസൃതികളുമിനി മനസ്സി കനിവോട് കളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പാൻ വഴി നോക്കും വിധോ പരധനകളത്ര മോഹേന നിത്യം വൃത പാപാർജിച്ചു കീഴ്പോട്ടു വീണോല നളിനദലനയന അഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനദ്വയം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം ശരണമിക ചരണമകലെ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ഷഡതി ചെയ്ത് എന്നാകിലും കാരുണ്യമീ വണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതുകിലവനു പോതലേ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളതോർക്കടോ സത്യം മയോക്തം വിരിഞ്ചാതിസമ്മതം അമൃതസമവചനമിതി പവനതനയോദിതാത്യന്തരോഷേണ കേട്ടു ദശാനനൻ നയനമിരുപതിലുമതകനൽ ചിതറുമാറുടൻ നന്നായുരുട്ടി മിഴിച്ചു ചൊല്ലിടിനാൻ തില സദൃശമിവനെ ഇനി വെട്ടി നുറുക്കുവിൻ ധിക്കാരമിത്ര കണ്ടേല മറ്റാർക്കുമേ മമ നികടഭൂവി വടിവോടൊപ്പമിരുന്നുമാം മറ്റൊരു ജന്തുക്കളിങ്ങനെ ചൊല്ലുമോ ഭയവും ഒരു വിനയവും ഇവനു കാൺമാനില്ല പാപിയായൊരു ദുഷ്ടാത്മാ ഷടനിവൻ കഥയാമമ രാമനെന്നോരു ചൊൽ കാനനവാസി സുഗ്രീവനെന്നാരടോ അവരെയും അനന്തരം ജാനകി തന്നെയും അത്യന്തം ദുഷ്ടനാ നിന്നെയും കൊല്ലുവൻ ദശവദന വചനമിതി കേട്ടു കോപം പൂണ്ട് ദന്തം കടിച്ചു കവീന്ദ്രനും ചൊല്ലിനാൻ നിനവും തപ മനസ്സി പെരുതെത്രയും നന്നു നീ നിന്നോടെതിരോരു 100,000 രജനീചരകുലപതികളായി തെളിഞ്ഞുള്ളോര് രാവണന്മാരൊരുമിച്ചെതിർത്തിയിടിലും നിയതമിതു മമ ചെറുവിരൽക്കു പോരാ പിന്നെ നീ എന്തു ചെയ്യുന്നതെന്നോടു കശ്മല പവനസുത വചനമിതി കേട്ടു ദശാസ്യനൻ പാർശ്വസ്ഥിതന്മാരോട് ആശു ചൊല്ലിടിനാൻ ഇവിടെ നിശിചരൊരുവരായു ആയുധവാണിയായില്ലയോ കള്ളനെ കൊല്ലുവാൻ ചൊല്ലുവിൻ അതു പൊഴുതിലൊരുവനവനോടെത്തിടിനാനപ്പോൾ
അപ്പോൾ വിഭീഷണൻ ചൊല്ലിനാൻ മെല്ലവേ, അരുതരുതു ദുരിതമിതു ദൂതനെ കൊല്ലുകെന്ന് ആർക്കടുത്തു നൃപന്മാർക്കു ചൊല്ലിടുവിൻ. ഇവനെ വയമിവിടെ വിരവോടു കൊന്നിടിനാൽ എങ്ങനെ അറിയുന്നിതു രാഘവൻ. അതിനു പുനരിവനൊരടയാളമുണ്ടാക്കിനാം അങ്ങയക്കേണമതല്ലോ നൃപോചിതം. ഇതി സദസി ദശവദന സഹജവനനേ, താനെങ്കിലതങ്ങനെ ചെയ്യുന്നു ചൊല്ലിനാൻ. ഹരേ രാമ ഹരേ കൃഷ്ണ രാമ രാമ.